വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സച്ച് ഫുഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കുറേ പ്രാവശ്യം ഫ്ലോപ്പായിട്ട് നിമ്മച്ചിനേക്കുന്ന അടി കിട്ടിയിട്ടുള്ളൊക്കെ ഒരു റെസിപ്പിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിലും ചെയ്യാം. അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ യോക്ക് പൊട്ടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടണം. ഓരോരോ ആൾക്കാർ ഓരോന്നും കൊണ്ടായിരിക്കും ചെയ്യുക. ചില ആൾക്കാർ ഫോർക്കായിരിക്കും, ചില ആൾക്കാർ വിസ്കായിരിക്കും, ചില ആൾക്കാർ ബീറ്ററായിരിക്കും കേട്ടോ. നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് സമയമെടുക്കും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഇച്ചിരി തോനെ എടുത്തിട്ടുണ്ട്. ഇനി അത് 3 പാർട്ടാക്കിയിട്ട് നമ്മൾക്ക് ഇട്ടിട്ട് ഒരു റൈറ്റ് സൈഡിലോട്ടാണ് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നത്. ഒരു സൈഡിലോട്ട് തന്നെ മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ അപ്പം 3 വട്ടം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ചതിന് ശേഷം നമ്മൾക്ക് മൈദ ആണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ മൈദ നേരത്തെ പഞ്ചസാര എടുത്ത അതേ അളവിനാണ് എടുത്തിട്ടുള്ളത്. അത്ര തന്നെ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ മൈദ ഇട്ടതിന് ശേഷം നന്നായിട്ട് നോക്കണം, ഒരേ ഒരു സൈഡിലേക്കുള്ളൂ നമ്മൾ മിക്സ് ചെയ്യാൻ പാടുക കേട്ടോ. സോ അതൊക്കെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി അതിലോട്ട് അതിൻ്റെ എഗ്ഗിൻ്റെ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏലക്ക പൊടിച്ചത് ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല ആ കേക്കിൻ്റെ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാനാണ്. ഞാനിവിടെ ഒരു 10 മിനിറ്റ്സ് ബിഫോർ തന്നെ ഇവിടെ ഒരു ചെമ്പട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊരു 15 മിനിറ്റ്സ് ചൂടാവണം. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ അടിയിലൊരു പ്ലേറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡോ വെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ വെച്ചില്ല കേക്ക് നമുക്ക് അതിൽ വെച്ച് കൊടുക്കാം. 30 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഒരു 30 മിനിറ്റ്സ് ഇവിടെ കഴിഞ്ഞ് നീ ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുക. അതിലൊന്നും വരുന്നില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഇനി അതിൻ്റെ ബട്ടർ ഷീറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പക്ഷേ മാഷാഅല്ലാ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കറക്റ്റായി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് നമുക്കിത് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം അത് സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൈ ആക്കിയിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുന്നത്. ബൈ.